കെ-റൈസ് പ്രഖ്യാപനവുമായി സംസ്ഥാന ഭക്ഷ്യവകുപ്പ്. ഭാരത് അരിക്ക് ബദലായിട്ടാണ് കെ-റൈസ് പ്രഖ്യാപനം. ഓരോ മാസവും ജയ, കുറുവ, മട്ട ഇനങ്ങളിൽപ്പെട്ട അരി 5 കിലോ വീതം വില കുറച്ച് നൽകുമെന്ന് ഭക്ഷ്യവകുപ്പ്. ടിൻഡുദാസ് ചേരുന്നുണ്ട്. ടിൻഡു, ഈ ഭാരത് അരി വരുന്നു, അത് സംസ്ഥാനം അത് ഏറ്റെടുക്കുകയും ചെയ്തു. ആ ഒരു ഭയം അല്ലെങ്കിൽ ആ ഒരു വെപ്രാളത്തിൽ തന്നെയാണ് പെട്ടെന്നൊരു കെ-റൈസുമായിട്ട് എത്തിയിരിക്കുന്നത്. കാരണം 5 വർഷത്തിന് മുൻപേ ഈ ഒരു പ്രഖ്യാപനം നടന്നിട്ടുണ്ടെങ്കിലും അടുപ്പുകളിലൊന്നും തന്നെ കെ-റൈസ് വെന്തിട്ടില്ലായിരുന്നു. രജനി, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. മാസങ്ങൾക്ക് മുമ്പാണ് സംസ്ഥാനത്ത് ഭാരത് അരി വിതരണം ചെയ്തത്. നമുക്കറിയാം 29 രൂപ നിരക്കിലാണ് റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് പോലും വാങ്ങാവുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമ്പൂർണ്ണ ഭക്ഷ്യ പദ്ധതി അവതരിപ്പിച്ചത്. അതിന് ബദലായിട്ടെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വാദം. ശബരി കെ-റൈസ് എന്നാണ് അരിയുടെ പേര്. ഇതിന് സപ്ലൈകോ വഴിയായിരിക്കും വിതരണം ചെയ്യുക. ജയ അരിക്ക് 29 രൂപയും മട്ട, കുറുവ അരിക്ക് 30 രൂപയും എന്നീ ഇനങ്ങളിലാണ് കെ-റൈസ് സംസ്ഥാനത്ത് വ്യാപകമായി ലഭ്യമാകുക. 5 കിലോ അരി വീതമാണ് ഓരോ മാസവും ഓരോ കാർഡ് ഇനങ്ങൾക്ക് നൽകാൻ സാധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് കെ-റൈസ് ശബരി കെ-റൈസ് എന്ന് പ്രിന്റ് ചെയ്ത സഞ്ചികൾ പ്രിന്റ് ചെയ്യാനായിട്ട് ഡിപ്പോ മാനേജർമാർക്ക് സപ്ലൈകോ ഡിപ്പോ മാനേജർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതിന്റെ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ മാധ്യമങ്ങളെ കാണും. ഈ മാധ്യമങ്ങളെ കാണുന്ന അവസരത്തിലായിരിക്കും കെ-റൈസിന്റെ പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് 5 വർഷങ്ങൾക്ക് മുമ്പാണ് കെ-റൈസ് എന്ന പ്രഖ്യാപനം ഉണ്ടായത്. അതിനുശേഷം നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കെ-റൈസ് അരി മലയാളികളുടെ കലത്തിൽ വെന്തിട്ടുണ്ടോ എന്ന് അല്ലെങ്കിൽ വെന്തിട്ടില്ല എന്ന് വേണം പറയേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് കെ-റേഷൻ, അതായത് സഞ്ചരിക്കുന്ന റേഷൻ കടകളുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായി. അത് ഈ കഴിഞ്ഞ ഡിസംബറോടുകൂടി എല്ലാ മലയോര തീരദേശ മേഖലകളിലും ഇത്തരത്തിലൊരു കെ-റേഷൻ സ്റ്റോറുകൾ ഉണ്ടാകുമെന്നായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ വീടുകളിലെത്തി റേഷൻ വിതരണം ചെയ്യുന്ന സംവിധാനം ഉണ്ടാകുമെന്നൊക്കെ ഭക്ഷ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ മാസങ്ങൾക്ക് മുമ്പാണ് ഗോതമ്പിന് ബദലായിട്ട് റാഗിയും റേഷൻ വഴി അല്ലെങ്കിൽ റേഷൻ സംവിധാനങ്ങൾ വഴി സപ്ലൈകോ വഴി വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിലക്കടല തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് നൽകുമെന്ന പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാനത്ത് ഓരോ മന്ത്രിസഭ പിന്നിടുമ്പോഴും അല്ലെങ്കിൽ ഓരോ മന്ത്രിസഭാ യോഗങ്ങൾ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ മാസങ്ങൾ കഴിയുമ്പോഴും ഭക്ഷ്യസാധനങ്ങൾക്ക് വില വർദ്ധിക്കുകയല്ലാതെ വില കുറച്ചിട്ടുള്ള അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വാങ്ങാവുന്ന രീതിയിൽ മിതമായ രീതിയിൽ വിലയ്ക്ക് ഒരു സാധനങ്ങൾ നൽകാൻ കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. അതിന് ഏറ്റവും പ്രധാനമാണ് കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച സപ്ലൈകോ വില പട്ടിക എന്ന് പറയുന്നത്. ഏതാണ്ട് 45 രൂപയോളമാണ് ധാന്യങ്ങൾക്ക് വില കൂടിയത്. അപ്പോൾ അത്തരത്തിൽ വില വർധനവ് നിൽക്കുന്ന സമയത്താണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കെ-റൈസ് എന്നൊരു പ്രഖ്യാപനം, അല്ലെങ്കിൽ കെ-റൈസ് ഉടൻ തന്നെ വിപണിയിൽ എത്തുമെന്നൊരു പ്രഖ്യാപനം ഇറക്കിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും അറിയാം, ഇലക്ഷനൊക്കെ മുന്നിൽ കണ്ട് നിൽക്കുകയാണ്. ആ ഒരു സമയമാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനമൊക്കെ കൊണ്ടുവരുന്നത്. എത്രത്തോളം ഫലപ്രാപ്തി ഉണ്ടാകും അല്ലെങ്കിൽ എത്രത്തോളം ആളുകളിലേക്ക് എത്തിച്ചേരും കാര്യത്തിൽ ആശങ്കയുണ്ട്. കാരണം 5 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പദ്ധതിയാണ്. ഇതുവരെ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നത് ഒരു പോരായ്മ കൂടിയാണ്. അതിനിടയിലാണ് ഇന്നിപ്പോൾ ഇത്തരത്തിലൊരു പ്രഖ്യാപനവുമായി രംഗത്ത് വരുന്നത്. എന്തായാലും പച്ച നിറത്തിൽ കെ-റൈസ് എന്ന് പ്രിന്റ് ചെയ്ത സഞ്ചികളിലായിരിക്കും അരി വിതരണം ചെയ്യുക. രജനി, ടിൻഡുദാസാണ് വിവരങ്ങൾ നൽകിയത്.